അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാന്നറിയോ? അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരോപകാരം ആരാണോ ചെയ്യുന്നത് അവനാണ് അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം, അവർക്ക് വേണ്ടി മണ്ടിപ്പായ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാച്ചിൽ, ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച കുറേ സാധുക്കൾ ഉണ്ടാവും. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, അവർക്ക് എന്തെങ്കിലും വിഷമം പ്രയാസം വരുമ്പോൾ അതിന് വേണ്ടി പിന്നാലെ മണ്ടിപ്പായ, അങ്ങനത്തെ ആൾക്കാർ. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്. ഇനി അമലുകളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താ? കുറേ അമലുണ്ടല്ലോ. നിസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത്, ഹജ്ജ്, അങ്ങനെ കുറേ അമലുകളുണ്ട്. എന്നാ അമലുകളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും 4 വർത്താനം പറയാം. മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം കയറ്റി കൊടുക്കുക. അതാണ് അമലുകളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഒരുപാട് കേട്ട കാര്യങ്ങളാണെങ്കിലും ഓർമ്മപ്പെടുത്തുക. അപ്പൊ നബികൾ പറയുന്ന അമലുകളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താ? സുറൂറുൻ, ഹാപ്പിനെസ് കൊടുക്കുക. തുദ്ഖിലു, സന്തോഷം പ്രവേശിപ്പിച്ചു കൊടുക്കുക. അലാ മുസ്ലിം, മുസ്ലിമീങ്ങളായ ആൾക്കാർക്ക്. ഒരു മുസ്ലിമായ സഹോദരനെ കണ്ട വെറുപ്പിക്കരുത്. പലപ്പോഴും ചില വർത്താനം പറഞ്ഞ് വെറുപ്പിക്കുക, ചടപ്പിക്കുക, ഒന്നും ചെയ്യാതെ സന്തോഷം ഉണ്ടാക്കുന്ന വർത്താനം പറയാം. ഉദാഹരണം, ഒരു രോഗിനെ കാണുമ്പോൾ തന്നെ അയാളെ മുഖത്ത് നോക്കിയിട്ട് അയാളെ പറ്റ ക്ഷീണിച്ചല്ലോ, പറ്റ എല്ലും കൂരായാലും, എന്ത് പറ്റി എനിക്ക്? ഒന്നും ഉണ്ടായിട്ടല്ല. അത് കേൾക്കുമ്പോൾ തന്നെ അയാൾക്കൊരു ഉള്ളിലൊരു ഇടങ്ങേറുണ്ടാവും. അല്ലെങ്കിൽ നല്ല തടി കൂടിയ ഒരാൾ, തടി കൂടുന്ന എല്ലാവർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അങ്ങനെ ആയി മാറി. അപ്പോൾ അവനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് കിടിഞ്ഞ് പറ്റകെട്ട് ഇരപ്പായി, അവനെ കണ്ടിട്ട് ആകട്ട് ഇറച്ചൊക്കെ ഇട്ട് തൂങ്ങിയിട്ട് ഇരപ്പായി, ആ കണ്ടിട്ട് ഒരു ബോറുണ്ട്. ഇതെന്താ ഇങ്ങനെ തടിച്ചാൻ കാരണം? പറയരുത്. ഇജ്ജ് പറഞ്ഞിട്ട് എന്താ അവിടെ കാര്യം? അതങ്ങനെ വെറുപ്പിക്കണ വർത്താനം പറയാം. ഒരുത്തിന് നല്ല വണ്ടി വാങ്ങി സന്തോഷത്തിൽ വരിക. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ ഇടിച്ച ആൾക്കാരൊക്കെ പറയും, അയ്യേ ഇജ്ജ് എന്തിനാണ് ഈ വണ്ടി എടുത്തത്? വളരെ മോശമാണ്, ഇതിന് തീരെ മൈലേജ് ഇല്ല, അല്ലെങ്കിൽ ഇത് തീരെ എന്നോട് പറഞ്ഞുകൂടി ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാനോട് ആദ്യമേ പറയും എന്തിനാ ഈ വണ്ടി എടുത്തത്, മോശമായി. അതുപോലെ വെറുപ്പിക്കുക, അവൻ്റെ മനസ്സിനെ ചടപ്പിക്കുക. ഇപ്പം പറഞ്ഞുകൊണ്ടിട്ട് മാറ്റുമോ? നമുക്ക് ആലോചിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാ. അപ്പം ഇതാണ് നമ്മൾപ്പെട്ട പല ആൾക്കാരും ശൈലി. എന്നാൽ കയ്യിൽ തസ്ബീമാരൊക്കെ ഉണ്ടാവും ചെയ്യും. ഒരു മനുഷ്യനെ മനസ്സ് ഇടങ്ങാറാക്കണം, അത് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല, എന്നാലും അങ്ങനെയുള്ള അവസ്ഥ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത്. എന്നൊക്കെ പറ്റി പരിചയ കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലമായില്ലേ, എന്താ കുട്ടികൾ ഇപ്പോഴും ആയില്ല, എൻ്റെ കേടാണോ ഓളെ കേടാണോ ഒരാൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു മനുഷ്യരുടെ പരമാവധിയാണ് വെറുപ്പിക്കണ സ്വഭാവം. ഇത് തമ്മിൽപ്പെട്ട പല ആൾക്കാർക്കും ഉണ്ട്. അപ്പൊ അള്ളാഹിന്റെ മുത്തുനബി നിങ്ങൾ പറയുന്നത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സുറൂർ, സന്തോഷമല്ല വാക്ക് പറയാ, സന്തോഷമാണ്. തുദ്ഖിലു, പ്രവേശിപ്പിച്ചു കൊടുക്കുക. അലാ മുസ്ലിം, മുസ്ലിമിന്റെ മേൽ ഏത് നിൽക്കും. അവര് നല്ലൊരു കാര്യം ചെയ്താൽ നന്ദി പറയാം, ഞാൻ ചെയ്ത് നന്നായിട്ടോ, അള്ളാഹു സ്വീകരിക്കട്ടെ, ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ ഒരു പണിയെടുത്ത ആള് അവനക്ക് വിയർപ്പ് വറ്റണതിന് മുമ്പ് തന്നെ കൂലി കൊടുക്കണം എന്ന് പറയാൻ കാരണം. കൂലി കിട്ടും നിറപ്പാണ്, എന്നാലും അപ്പം തന്നെ കിട്ടി, അതൊരു സന്തോഷമാണ്. അവനക്കത് ആവശ്യമുണ്ടോ അല്ലേ എന്നുള്ളതല്ല. എപ്പോഴും മറ്റുള്ള ആൾക്കാർ സന്തോഷം കൊടുക്കുക. ഏത് രംഗത്തും നീ ഒന്നും കൊടുക്കണില്ലെങ്കിലും വെറുപ്പിക്കുന്ന വർത്താനം പറയരുത്, മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുമെന്ന് പറയാൻ കാരണം ഇതാ. സുറൂറും തുദ്ഖിലു അലാ മുസ്ലിമിൻ. രോഗി വന്നു, രോഗിക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക. ടെസ്റ്റിൽ രോഗാന്നറിയാം. അപ്പൊ നമ്മളെ കാണുമ്പോൾ പറയാം എനിക്കെന്ത് രോഗമാണ്, ഈ രോഗം കൊണ്ട് തന്നെയാണ് മറ്റേ മരിച്ചത്, ഈ രോഗം കൊണ്ട് തന്നെയാണ് മറ്റേ അവിടെ ഉണ്ടായിന ഓനക്ക് കുറേ കാലം കൊണ്ടുവരുന്ന അവസരം മരിച്ച് എന്ന് പറഞ്ഞാൽ ഓനെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ വെറുപ്പിക്കുക. ഇങ്ങനെ അവസ്ഥ ഉണ്ടാവരുത്. ഏതാളെ കണ്ടാലും അയാൾക്ക് പോസിറ്റീവായി പറഞ്ഞു കൊടുക്കുക. സാരമല്ല, അങ്ങനത്തെ അസുഖം എന്നാക്ക് ഉണ്ടായിട്ട് വേണം സുഖമായി, അല്ലെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വിഷയമുള്ള കാര്യമില്ല, അങ്ങനെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എൻ്റെ റാഹത്താണല്ലോ, കണ്ടിട്ട് സന്തോഷമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രോഗിക്കൊരു സന്തോഷമാണ്. ഈ അടുത്ത് വരെ ഒരു രോഗിയോട് ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെ എൻ്റെ കണ്ണൊക്കെ നോക്കിയിട്ട് കണ്ണിൽ പറ്റ വെളുപ്പ് കാണുമ്പോൾ തന്നെ ചോര തീരല്ല മനസ്സിലായല്ലോ, പറ്റ ഈ മരുന്നിൻ്റെ എഫക്റ്റാലേ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഓനിങ്ങനെ ചിന്തിക്കണം, പക്ഷേ ഞാൻ പറ്റ ബലഹീനനായി, പറ്റില്ലാതായി, മരിച്ചാനായിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും. അപ്പോൾ ആ രോഗിയെ കണ്ടാൽ പോലും അങ്ങനത്തെ കൊണക്കടോ അസുഖമൊന്നും ഇല്ല മാതിരി നിങ്ങളെ മൂത്ത് നോക്കിയിട്ട് കാണില്ലല്ലോ, നിങ്ങളെ മൂത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വെറുതെ ടെൻഷനാണ്, ഒഴിവാക്കി നിങ്ങളും റാഹത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമല്. അതുപോലെ തന്നെ വിഷമിക്കുന്ന ആളെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം.
എന്നിട്ട് നബി നിങ്ങൾ പറയാണ് തക്ഷിഫ് അന്നു കുർബത്തൻ, ഒരു ഇടങ്ങേറിൽ പെട്ട് ഒരാൾ നിൽക്കുക, ആ ഇടങ്ങേറ് അവനെ തൊട്ട് അകറ്റി കൊടുക്കുക, അവനെ തൊട്ട് ബുദ്ധിമുട്ടിനെ അകറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അവനക്ക് നല്ല കടണ്ട്, ബാങ്കിൽ നല്ല കടണ്ട്, അവൻ ആകെ ഇടങ്ങേറായി നിൽക്കുകയാണ്. ഔത്തഖുലി അൻ ഹുദൈന, അവന്റെ കടങ്ങൾ വീട്ടി കൊടുക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടാക്കുക. 10 100 മാത്രം കൊടുക്കാതെ കടങ്ങൾ ഇങ്ങോട്ട് വീട്ടാൻ പറ്റിയത് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുക, എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ആശുപത്രിയിലെ ബില്ല് അവനക്ക് കിടക്കാൻ കഴിയില്ല, 3 ലക്ഷം വന്നു, അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ആശുപത്രിയിൽ ആളൊക്കെ വിളിച്ചിട്ട് റെക്കമെൻഡൊക്കെ ചെയ്തിട്ട് ഒരു 50,000 രൂപ കുറച്ച് കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അമല്. ഔ തത്റുദ്വാൻ ഹുജൂഅൻ, അല്ലെങ്കിൽ പട്ടിണി കാണും വീട്ടിൽ, വലിയ വിഷമവും പ്രയാസമൊക്കെയാണ്, അപ്പോൾ ആ പട്ടിണി അകറ്റി കൊടുക്കുക. ഒരു ചാക്ക അരി അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, ഉദാഹരണം, അവൻ്റെ പട്ടിണി അകറ്റി കൊടുക്കുക. അതിങ്ങനെയൊക്കെയാണ് അമലുകൾ ചെയ്യേണ്ടത്. അതാണ് അമലുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല അമല്. എന്നിട്ട് നബി തങ്ങൾ പറയാണ് വലാൻ അംശിയമ അഹീഫി ഹജ് അഹിൻ ഫി ഹജത്തിൻ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരുത്തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മണ്ടിപ്പായി എന്ന് പറഞ്ഞാൽ ഓനക്ക് ഒറ്റയ്ക്ക് കഴിയൂല, ഒരു ഫോം ഫില്ല് ചെയ്യാൻ കഴിയൂല, അക്കൗണ്ട് തുടങ്ങണം ബാങ്കിൽ, അപ്പോൾ ഒന്ന് പോയി കൊടുക്കുക ഉദാഹരണം. അല്ലെങ്കിൽ അവനക്ക് വില്ലേജ് പോകണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോകണം, പഞ്ചായത്ത് പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമില്ല, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുസ്ലിമായ മനുഷ്യൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടി നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ പലവട്ടം പറഞ്ഞ ഹദീസാണ്. നബി നിങ്ങൾ പറയുന്നു അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തികഫ ഫീ ഹാദൽ മസ്ജിദ് യാനി മസ്ജിദൽ മദീനത്തി ഷഹ്റാ, മദീനത്തെ പള്ളി ഇരുന്നിട്ട് നബി തങ്ങൾ പറയാണ് എൻ്റെ മദീനത്ത് ഈ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കണേക്കാൾ എനിക്ക് ഇഷ്ടം എൻ്റെ കുട്ടികളെ മറ്റൊരുത്തിന് വേണ്ടി മണ്ടിപ്പായലാണ്. എന്ത് വർത്താനമൊക്കെ, 10 ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി. നമ്മളെ ഈ പള്ളിയിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിക്കണ്ടല്ലോ, നമ്മളെ ഈ പള്ളിയിൽ നിന്ന് 10 ലക്ഷം റക്അത്ത് നിസ്കരിക്കുന്ന കൂലിയാണ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. അത്രയും പുണ്യമുള്ള ഹറമാണ്. ആ മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കണേക്കാൾ എനിക്കിഷ്ടം ഒരു ഇടങ്ങേറ് അനുഭവിക്കുന്ന ഒരുത്തൻ്റെ കാര്യം ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി നടക്കലാണ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മളെ വീട്ടുകാരെ അതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. അറിയാത്തവരാണ് ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഈ എന്തിനായി ആൾക്കാരെ വേണ്ടി മണ്ടിപ്പായത്, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇജ്ജ് എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കണം, ഓൻ വികാതിരിക്കുക പെടാതിരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇജ്ജ് എന്തിനാ അതിന് മദ്യം പറയാൻ പോയത് എന്ന് ചോദിക്കും. അവർക്കൊന്നും അതീത് കിട്ടാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇന്ന സുന്നത്തുവാമ്പായ നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, ദിക്കറും മാറി മൗലൂദൊക്കെ മണ്ടി ഓടി ചെല്ലലും ഈ നിസ്കാരും ജമാഅത്തും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഈ വിഷയത്തിന് ബേക്കിലായിരിക്കും പല ആൾക്കാരും. ആൾക്കാർ നാടന്മാർ മാത്രമല്ല, മൂല്യന്മാരാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഈ വിഷയത്തിൽ വേണ്ട ഒരു താല്പര്യമൊന്നും കാണിക്കൂല. നാട്ടിൽ കുറേ പാവങ്ങളും സാധുക്കളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഉപകാരമാകണ ഏതെങ്കിലും ഫണ്ട് റൈസിങ്ങിന് ഇറങ്ങുക, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. അങ്ങനത്തെ ആൾക്കാർക്ക് വേറെ കുറെ ഇബാദത്ത് ഉണ്ടാവും ചെയ്യും. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ഇബാദത്തുകളെ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമൽ ഈ പണിയാണ്. അവൻ്റെ പള്ളിയിൽ ഞാൻ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുക കേട്ടോ, സാധാ പള്ളിയിലല്ല പറഞ്ഞത്, മദീനത്തെ പള്ളിയിൽ. അവിടെ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കണേക്കാൾ എനിക്കിഷ്ടം മറ്റൊരുത്തിന് വേണ്ടി വണ്ടിപ്പായലാണ്. എന്തല്ല ഹദീസ് അതൊക്കെ, ഒമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ യഖ്ളിയഹാ ലഹു സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖ്ദാം. ഭയങ്കര ഓഫറും കൊടുക്കുക, വല്ലാത്ത ഓഫർ. നാളെ സിറാത്ത് പാലത്തിലൂടെ നരകത്തിന്റെ മുകളിലൂടെ പോയിട്ട് വേണം സ്വർഗത്തിലെത്താൻ. ഏത് മനുഷ്യനും കടന്നു പോകേണ്ട ദുർഘടമായ ഒരു പാതയുണ്ട്, സിറാത്ത് പാലമാണ്. നരകത്തിന്റെ കുറുകെ ഇട്ടിരിക്കുന്ന ആ പാലത്തിലൂടെ തന്നെ പോകണം സ്വർഗത്തിലേക്ക്. താഴെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിയാടുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന് താഴെ കണ്ടിട്ടാണ് നരകത്തിന്റെ മുകളിൽ കൂടെ ഒറ്റ പോക്ക്. അങ്ങനെയാണ് സ്വർഗത്തേക്ക് പോവുക. അവിടെ എല്ലാവരും കാലുകൾ വൈദ്യുതി വീഴുന്ന, രക്ഷപ്പെടാൻ കഴിയൂല, വളരെ കുറച്ചാൾക്കാർ രക്ഷപ്പെടുന്നു. ആ സമയത്ത് അവന് സിറാത്ത് പാലത്തിലൂടെ ധൈര്യത്തോടെ നടക്കാൻ അവന്റെ പാദങ്ങൾക്ക് അല്ലാഹു ശക്തി കൊടുക്കും. എപ്പോ? ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മണ്ടിപ്പാഞ്ഞ കാലുകൾക്ക്. ഒമൻ മശാ മഅ അഖീഹി ഫീ ഹാജ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരുത്തിന് വേണ്ടി ആരെങ്കിലും മണ്ടിപ്പാഞ്ഞാൽ ആ കാര്യം പഠിച്ചോൻ സിറാത്ത് പാലത്തിൽ വീത്തൂല, അവിടുന്ന് വെഴുതി വീഴൂല. ഹത്താ യഖ്ളിയഹാ ലഹു, തന്റെ സുഹൃത്തിന് അവന്റെ കാര്യം ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ആര് മണ്ടിപ്പാൻ ഒരു സീറ്റ് കൊടുക്കണം, സ്കൂളിലോ കോളേജിലോ, ഉദാഹരണം എന്താട്ടെ,
അല്ലെങ്കിൽ പെട്ടെന്ന് സുഖമില്ലാതായി കൊണ്ടുപോകാൻ ആരുമില്ല, നമ്മളെ കാർ എടുത്തു അല്ലെങ്കിൽ വേറെ ആളെ വണ്ടി എടുത്തു, നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്, ആശുപത്രിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഓനക്ക് വേണ്ട സഹായത്തിനൊക്കെ നമ്മൾ പ്രവർത്തിച്ചു നിൽക്കുക. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളിപ്പോൾ എത്തിയോണ്ട് നന്നായി, കാരണം ഇത് മേജർ അറ്റാക്കാണ്, അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്, സ്ട്രോക്ക് വന്ന് ഈ രോഗി ഇവിടെ എത്തിയോണ്ട് കഴിച്ചിലായി എന്ന് പറയും. ഉദാഹരണം അങ്ങനെ വലിയ വിഷയം. നമ്മൾ ഈ ആഴ്ച തന്നെ പെട്ടെന്ന് രോഗിക്ക് ഒരു അസുഖം വന്നു, വേറെ ആരുമില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടി കയറ്റി, വണ്ടി സ്പീഡ് വിട്ട് ഹോസ്പിറ്റലിൽ എത്തി, രോഗിയെ എമർജൻസിയിൽ അവിടെ കയറ്റി കേട്ടോ. അവിടെ കയറ്റിയിട്ട് എമർജൻസിയിൽ കയറ്റി അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ രോഗി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓണാണില്ല, കാരണം വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു. അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ള ചിന്തയിൽ, ഫിക്കറിൽ നമ്മൾ വണ്ടി സ്പീഡിൽ വിടല്ലേ. ആ സമയത്ത് പമ്പ് കയറ്റിയാൽ എന്തെങ്കിലും ഈ സമയം വൈകിയാലോ. പക്ഷേ വണ്ടി ഹോസ്പിറ്റലിലെത്തി, പിന്നെ വണ്ടി എണ്ണ കയറി. അപ്പോൾ വേറെ ആളെ സഹായിച്ചു, അയാൾ പമ്പ് പോയി എണ്ണ കൊണ്ടുവന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നബിതങ്ങൾ പറയാണ്, ഒരുത്തൻ്റെ കാര്യം നമ്മളവിടെ ഇടപെട്ടുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത് എങ്കിൽ തബ്ബത്തല്ലാഹു ഖദമൈഹി, അവൻ്റെ രണ്ട് കാലുകൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, ഒരിക്കലും വൈദ്യുതി വീയൂല. അവനെ സ്വർഗത്തിക്കെത്തുന്നവരെ അള്ളാഹുത്തല ധൈര്യം കൊടുക്കും. അങ്ങനെ സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമ തസൂറുൽ അഖ്ദാം, എല്ലാ കാൽപാദങ്ങളും വഴുതി വീഴുന്ന, എല്ലാ കാൽപാദങ്ങളും സ്കിഡായി വീഴുന്ന, നരകത്തിലേക്ക് പതിക്കുന്ന മഹ്ശറയില് ഒരിക്കലും ഓൻ സിറാത്ത് പാലത്തിന് വൈദ്യുതി വീഴൂല, സ്വർഗത്തേക്ക് എത്തിയേ നിൽക്കുള്ളൂ. എന്താ പോൻ ചെയ്ത്? ആ കാര്യം കൊണ്ടാണല്ലോ വണ്ടി പാഞ്ഞ്. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്തിരുന്ന സേവനങ്ങൾ. ഈ സാമൂഹ്യ സേവന രംഗത്തേക്കാണ് നമ്മൾ വരേണ്ടത്. അതിനായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. ഒറ്റക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സംഘടനയിലോ കേട്ടോ, നല്ലൊരു ക്ലബിലോ, നല്ല ക്ലബിൽ, അല്ലെങ്കിൽ പാലിയേറ്റീവ് പരിപാടി കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നോക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജ് സൂറത്ത് 2 ആയത്തിനക്ക് പിന്നെ തിലാവത്തിൻ്റെ സുജൂദുള്ള സൂറത്താണ് ഹജ്ജ് സൂറത്ത്. 2 ആയത്തിനക്ക് തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അതിൽ സുജൂദ് ചെയ്യൽ സുന്നത്തായ ഒരു ആയത്തുണ്ട് ഹജ്ജ് സൂറത്തിൽ. ഏതാണ് ആയത്ത്? 77-ാമത്തെ ആയത്താണ്. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ റുക്ഉ വസ്ജുദൂ, റുക്ഊം ചെയ്യണം, സുജൂദും ചെയ്യണം, നിസ്കാരമൊക്കെ വേണം. വഅബ്ദു റബ്ബക്കും, ഇബാദത്ത് കുറേ ചെയ്യണം. പിന്നെ പഠിച്ചോൻ പറയാണ്, വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, ഗുണം ചെയ്തു കൊടുക്കണം, നല്ലത് ചെയ്തു കൊടുക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിജയിക്കുള്ളൂ. അല്ലാഹ് ആദ്യം പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇർകഉ, റുകൂ ചെയ്യണം, നിസ്കരിക്കണം, വസ്ജുദൂ, സുജൂദ് ചെയ്യണം, നിസ്കാരമൊക്കെ വേണം, നിർത്തരുത്. വഅബ്ദു റബ്ബക്കും, ഇബാദത്തൊക്കെ ഒരുപാട് വേണം, നിർത്തരുത്. അടുത്ത ഭാഗം വഫ്അലുൽ ഖൈറ, നന്മ ചെയ്യണം, ഉപകാരം ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് ഇന്നക്കാരും നോമ്പുതിനൊക്കെ ഒരു ബലം കിട്ടുള്ളൂ. എന്നിട്ട് അല്ലാഹ് പറയാണ്, ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ഹദീസ് കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. പഠിച്ചോൻ നാഫിയായ ഇൽമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.